Good morning, everyone. Today we are going to deal with the topic Clean Development Mechanism. അതാണ് നിങ്ങളെ സ്ക്രീനിൽ കാണുന്നത്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് എങ്ങനെ വന്നു എന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഫസ്റ്റ് തിങ് ആയിട്ട് പറയുന്നത് The United Nations Conference on an Environment and Development was held in Rio de Janeiro from 3rd to 4th June 1992 and around 172 countries participated. അതായത് 1992 ജൂൺ 3 മുതൽ ജൂൺ 14 വരെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന യുണൈറ്റഡ് നാഷൻ കോൺഫറൻസ് ഓൺ എൻവറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ചർച്ചയിൽ കുറെ ഇഷ്യൂസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. ആ ഇഷ്യൂസ് ആണ് പറയുന്നത്. ദി ഇഷ്യൂസ് അഡ്രസ്ഡ് ഇൻക്ലൂഡഡ് ഫസ്റ്റ് വൺ സിസ്റ്റമാറ്റിക് സ്ക്രൂട്ടിനിറ്റി ഓഫ് പാറ്റേൺ ഓഫ് പ്രൊഡക്ഷൻ. സ്ക്രൂട്ടിനിറ്റി മീൻസ് എക്സാം നല്ല അർത്ഥാണ്. അതായത് പ്രൊഡക്ഷന്റെ പാറ്റേണിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ നടത്തണം. പിന്നെയുള്ളത് ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി ടു റീപ്ലേസ് ദി യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. അത് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസിന്റെ ആൾട്ടർനേറ്റീവ് എനർജി വേണം. ഫോസിൽ ഫ്യൂവൽസിന് പകരം അതേ എനർജി കിട്ടുന്ന വേറൊരു സോഴ്സ് വേണം. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ പറയുന്നത് ന്യൂ റിലയൻസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇൻ ഓർഡർ ടു റെഡ്യൂസ് എ വെഹിക്കിൾ എമിഷൻ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിൽ നിന്നും പുറത്തു വരുന്ന സ്മോക്ക് കൊണ്ട് ഭയങ്കരമായ ഒരു സ്മോക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പൊല്യൂഷൻ ആണ് എയറിന്. അതിന് പകരമായി വേറെ എന്തെങ്കിലും പുതിയ ഒരു മാർഗം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക. പിന്നെ സ്കേഴ്സിറ്റി ഓഫ് എ വാട്ടർ. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജലക്ഷാമം. An important achievement was an agreement on the climate change convention which is turned to the Kyoto Protocol 1997. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ കോൺഫറൻസിൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് 1997 ക്യോട്ടോ പ്രോട്ടോകോളിലേക്ക് നമ്മളെ നയിച്ചു എന്നുള്ളതാണ്. അതായത് 1992 നടന്ന കോൺഫറൻസിലൂടെ നമുക്കൊരു ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിൽ എത്താൻ പറ്റി. അതാണ് ഈ ലാസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് the conference held in 1997 at Kyoto, Japan has a legally established binding application to develop a country to reduce the greenhouse gas emission. എന്താ പറയുന്നത് വെച്ചാൽ 1997 നടന്ന ഈ കോൺഫറൻസ് ജപ്പാനിലെ ക്യോട്ടോയിലാണ് നടന്നത്. സോ ഇത് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാല് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന ഈ ഒരു എഗ്രിമെന്റ് നിലവിൽ വന്നത്. ഓക്കെ, സെക്കൻഡ് ആയിട്ട് പറയുന്നത് The Kyoto Protocol was agreed on 11th December 1997 trying to address the climate change issue by the reduction of the green gases. Kyoto Protocol 1997 ഡിസംബർ 11 നിലവിൽ വന്നു. അവർ അതിൻ്റെ അകത്ത് അഡ്രസ് ചെയ്ത ഇഷ്യൂ എന്ന് പറയുന്നത് ക്ലൈമാറ്റ് ചേഞ്ച് ആയിരുന്നു. അത് എങ്ങനെയാണ് ഈ ഗ്രീൻ ഹൗസ് എമിഷൻ കുറക്കുക എന്ന രീതിയാണ് അതിൻ്റെ അകത്ത് മുന്നോട്ട് വെച്ചത്. പിന്നെ പറയുന്നത് Kyoto Protocol required developed economy listed in its ensure
ensure one to reduce their collective emission of 6 important green gases, namely carbon dioxide, methane, nitrogen oxide, set of fluorocarbon, hydrofluoric fluorocarbons. അവിടെ പറയുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഡെവലപ്ഡ് നാഷൻ അവരെയാണ് എനക്ഷൻ 1 എന്ന് പറയുന്നത്. എനക്ഷൻ 1 ലിസ്റ്റിൽ പെടുന്ന കൺട്രീസ്. അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ കൺട്രീസിന്റെ നെയിംസ് ഒക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, എനക്ഷർ 1 പാർട്ടി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ഡെവലപ്ഡ് കൺട്രീസിന്റെ നെയിം ആയിരിക്കും, നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ. സോ ഇവരുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറക്കുക. പിന്നെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാല് 6 ഇതാണ് വരുന്നത്: കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രജൻ ഓക്സൈഡ്, സെറ്റ് ഓഫ് ഫ്ലൂറോ കാർബൺ ആൻഡ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ. ഈ 6 വാതകങ്ങളാണ് ഈ ഗ്രീൻ ഹൗസ് പിന്നെ എമിഷനെ എഫക്ട് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ എമിഷൻ എല്ലാം പിന്നെ ഡെവലപ്ഡ് കൺട്രീസിൽ റെഡ്യൂസ് ചെയ്യുക എന്നതാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ മെയിൻ എയിം ആയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പറയുന്നത് ബൈ അറ്റ്ലീസ്റ്റ് 5.2% as compared to 1990 level during the period 2000 to 2015. അതായത് പീരീഡ് എന്ന് പറഞ്ഞാൽ 2008 to 2012 ആണ്. അതായത് 1990 ഉള്ളതിനേക്കാള് 5.2% ഇതിന്റെ എമിഷൻ 2008-2012 കാലയളവിൽ കുറക്കണം. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്, ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. This protocol, however, has not received equal support from all nations, and some did not ratify it, giving a reason that their economy may suffer loss. അതായത് ചില രാജ്യങ്ങള് കുറെ രാജ്യങ്ങൾ ഇതിൻ്റെ അകത്ത് സൈൻ ചെയ്ത്, പക്ഷെ ചില രാജ്യങ്ങളിൽ നിന്ന് എന്ത് കിട്ടിയിട്ടില്ല, ഈ പ്രോട്ടോകോളിന് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറക്കുക എന്ന് പറഞ്ഞാല് അത് ഈ ഡെവലപ്ഡ് കൺട്രീസിന്റെ എക്കണോമിയെ അത് നെഗറ്റീവായി ബാധിക്കും. അതായത് അവർക്ക് പിന്നെ ലോസ് ഫേസ് ചെയ്യേണ്ടി വരും, ബിസിനസ്സിലുള്ള ലോസ് ഫേസ് ചെയ്യേണ്ടി വരും. അത് അവർക്ക് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ചില രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് പറയുന്നത് ആസ് പെർ ക്യോട്ടോ പ്രോട്ടോകോൾ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് നീഡഡ് ടു കട്ട് 25% ബിലോ കറണ്ട് ലെവൽ ബൈ 2050. അതായത് ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ 25% എങ്കിലും 2050 ആകുമ്പോഴേക്ക് കുറക്കണം. അതാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ വേറൊരു എയിം എന്ന് പറയുന്നത്. സോ ദാറ്റ് ദി ഗ്രോത്ത് ഓഫ് കൺട്രീസ് നോട്ട് എ കോംപ്രമൈസ്ഡ്. പക്ഷെ അതിനുവേണ്ടി നമ്മുടെ കൺട്രീസ് ഒരിക്കലും കൺട്രീസിന്റെ സാമ്പത്തിക വളർച്ച എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഇതിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ സാമ്പത്തികമായി മുന്നോട്ട് തന്നെ പോകണം, അതേസമയം നമ്മുടെ എയിം അച്ചീവ് ചെയ്യുകയും വേണം. പിന്നെ പറയുന്നത് പ്രോട്ടോകോൾ ഡിഫൈൻ ലീഗലി ബൈൻഡിങ് ടാർഗറ്റ് ആൻഡ് ടൈം ടേബിൾ ഫോർ കട്ടിംഗ് ദി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഓഫ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ദാറ്റ് റെക്ടിഫൈഡ് ദി ക്യോട്ടോ പ്രോട്ടോകോൾ. അതായത് ഈ ഒരു പ്രോട്ടോകോളിന് ലീഗലായിട്ട് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്, ഒരു ടൈം ടേബിൾ ഉണ്ട് ഫോർ കട്ടിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഫോർ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ. പിന്നെ എമിഷൻസ് കുറക്കാൻ പറയുന്നത് പിന്നെ ഒരു കറക്റ്റ് ടൈം പ്രോട്ടോകോളില് കറക്റ്റ് ഗോൾ വെച്ചിട്ടാണ് ഈ പ്രോട്ടോകോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ക്യോട്ടോ പ്രോട്ടോകോൾ എന്താന്ന് പറയുന്നു. Kyoto Protocol is an international agreement agreed at a third conference of parties to the UNFCCC held in December 1997 in Kyoto, Japan, to reduce a worldwide emission of greenhouse gases. അതായത് ഇതിൽ തേർഡ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോൺഫറൻസ് ബെർലിനിൽ നടന്നു, സെക്കൻഡ് വേറൊരു സ്ഥലത്ത് നടന്നു, തേർഡ് കോൺഫറൻസ് നടന്നത് ക്യോട്ടോയിലായിരുന്നു. അതാണ് ഇതിന് പേര് തേർഡ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഇവരുടെ ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ് നമ്മൾ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് ക്യോട്ടോയിൽ വെച്ച് നടന്നതുകൊണ്ടാണ് ആ അഗ്രിമെന്റിന്റെ പേര് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് ഇട്ടത്. അവരുടെ മെയിൻ ആയിട്ട് എയിം എന്ന് പറയുന്നത് റെഡ്യൂസ് എ വേൾഡ് വൈഡ് എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഈ ഒരു പോയിന്റ് നെക്സ്റ്റ് കാണുന്ന ഈ ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞതാണ്. എയിം ഓഫ് റെഡ്യൂസിങ് ഓവറോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ബൈ ലീസ്റ്റ് 5.2% below 1997 level in 2008 to 2012 commitment period. അടുത്ത പറയുന്നത് establish a 3 mechanism to supplement national action to achieve a real long term measurable and cost effective greenhouse gas reduction clean development mechanism or CDM joint implementation JI international emission trading. അതായത് ഈ ഒരു എയിമിലേക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറക്കണമെങ്കിൽ ഒരു മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനകത്ത് പറയുന്ന മെക്കാനിസം ആണ് ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. ഓക്കെ, നിങ്ങളെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഫസ്റ്റ് വൺ ആയ പിന്നെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആണ്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം അതിനെ പറ്റിയിട്ടാണ് നിങ്ങളെ സിലബസിൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അപ്ലൈ ചെയ്തിട്ടുള്ള മെക്കാനിസം ആണ് ഈ CDMS. നിങ്ങൾക്ക് സിലബസിൽ CDMS മുതലേ തുടങ്ങുന്നുള്ളൂ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്നാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുവരെയുള്ള ക്ലാസ് എടുത്തത്. ഓക്കെ, ഇനി CDMS is a key component of Kyoto Protocol, a legally binding global agreement by 192 countries to combat climate change through air reductions of greenhouse gas emission. അത്രയേ ഉള്ളൂ. ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഏറ്റവും കീ കമ്പോണന്റ് ആണ് CDM, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. അതില് 192 കൺട്രീസിന്റെ ഗ്ലോബൽ അഗ്രിമെന്റ് ആണ് ഇത് എന്ന് പറയുന്നത്. ടു പ്രിവെന്റ് കോമ്പാക്ട് മീൻസ് പ്രിവെന്റ് ടു പ്രിവെന്റ് ക്ലൈമറ്റ് ചേഞ്ച് ത്രൂ എ റിഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. അതായത് അവരുടെ എയിം അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രിവെന്റ് ചെയ്യാൻ, ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രിവെന്റ് ചെയ്യാൻ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറക്കണം എന്ന രീതിയിലാണ്. അതേ രീതിയിലാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ദി Kyoto Protocol follow the fundamental principles of common by differentiated responsibility, which recognize that the burden of responsibility should fall heaviest on the countries which have historically emitted the greatest quantity of greenhouse gases. അതായത് ക്യോട്ടോ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റ് റെസ്പോൺസിബിലിറ്റി, വേറെ റെസ്പോൺസിബിലിറ്റി ആണ് അവരോട് ഓരോ കൺട്രീസിനോടും പറയുന്നത്. ഡിഫറൻഷിയേറ്റ് മീൻസ് എല്ലാവർക്കും അവരവരുടെ ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്യുക എന്നാണ് ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രിൻസിപ്പിളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ബർഡൻ എന്ന് പറയുന്നത് ആർക്കായിരിക്കും? അതായത് ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്ന ആരായിരിക്കും?
ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും. ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ആണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാക്കുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസ് നമ്മളെ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നത്. സോ അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറക്കുക എന്ന് പറയുമ്പോൾ അവർ അത്രയും കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു കാര്യത്തിന് വേണ്ടി പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബർഡൻ ആയിട്ട് വരിക. സോ ദി പ്രോട്ടോകോൾ ലീഗലി റിക്വയർ ദി ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് ടു അച്ചീവ് എ ക്വാളിഫൈങ് റിഡക്ഷൻ ഇൻ മാൻമെയ്ഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്ട്. അതായത് സോ ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഈ ഡെവലപ്ഡ് കൺട്രീസിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് അവരെയാണ് ഈ എൻഷുർ വൺ പാർട്ടീസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ പരമാവധി റെഡ്യൂസ് ചെയ്യണം. ദി ലെസ് ഡെവലപ്ഡ് കൺട്രീസ്, അതായത് നോൺ എൻഷുർ വൺ പാർട്ടീസ്, ദി സ്മോളസ്റ്റ് എമിറ്റേഴ്സ് യെറ്റ് ദി മോസ്റ്റ് vulnerable to climate risk have no burdening reduction target. അതേസമയം ഈ ഡെവലപ്ഡ് കൺട്രീസ് അവരെ ഈ നോൺ എൻഷുർ വൺ പാർട്ടീസ് എന്ന് പറയുമ്പോൾ പിന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് എന്താ ചെയ്യാ, ഈ ഡെവലപ്പിംഗ് കൺട്രീസ് ചെറിയ ക്വാളിറ്റി ചെറിയ അളവിൽ മാത്രമേ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്നുള്ളൂ. അവർക്ക് ഇത്ര കുറക്കണം എന്ന ടാർഗറ്റ് ഇല്ല. കാര്യം അവർ കുറച്ച് മാത്രമേ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ കൺട്രീസിന്, അതായത് ഡെവലപ്ഡ് കൺട്രീസിന് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, വികസിത രാജ്യങ്ങൾക്ക് പിന്നെ അവരോട് പറയുന്നുണ്ട് ഇത്ര എങ്കിലും നിങ്ങൾ കുറക്കണം. പക്ഷെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ കുറച്ച് മാത്രമേ പുറന്തള്ളുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരു ടാർഗറ്റ് ഇല്ല, ഇത്ര കുറക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് ഈ എഗ്രിമെന്റ് വെച്ച് കൊടുക്കുന്നില്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം? ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, ഒന്ന് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. സോ ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് ഈ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ ഉണ്ട്. മേലെ നിങ്ങൾക്ക് കാണാം സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ ക്രെഡിറ്റ്സ്, അതിന് താഴെ കാണാം കാർബൺ ട്രേഡ് ഓർ CR പർച്ചേസിങ്. ഇതാണ് ഈ CDMന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ബാക്കി ഈ ഫിഗറിൽ ഇത്രേ പറയാനുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ് എടുക്കുമ്പോൾ ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർബൺ ട്രേഡിംഗ് ആണ്. ഈ CDMSന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്കാണ് നമ്മൾ വന്നത്. അതായത് CDMSന് ബ്രോഡായി പറയുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ ആണ് കാർബൺ ട്രേഡിംഗ്. കാർബൺ എമിഷൻ ട്രേഡിംഗ് ഈസ് എ മെക്കാനിസം ഡിസൈൻ ടു പ്രൊവൈഡ് എ എക്കണോമിക് ഇൻസെന്റീവ് ടു ലിമിറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. അതായത് കാർബൺ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എക്കണോമിക് ഇൻസെന്റീവ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെക്കാനിസം ആണ്, അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസം ആണിത്. എക്കണോമിക് ഇൻസെന്റീവ് എന്ന് വെച്ചാല് നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത് ഒരു ഒന്ന് മോട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ കൺട്രീസിനെല്ലാം ഒരു മോട്ടീവ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ്, ഇറ്റ് ജനറലി റെഫേഴ്സ് ടു ആസ് എ കാർബൺ ട്രേഡിംഗ് ബിക്കോസ് പ്രിഡോമിനന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ അകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ
ആണ് ഇതിന് പേര് വന്നത് കാർബൺ ട്രേഡിംഗ്. Third one, carbon trading is the buying and selling of a right to emit a ton of carbon dioxide. അതായത് ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ വാങ്ങാനും വിൽക്കാനുള്ള അവകാശമാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ആണ് ദ റൈറ്റ് ടു emit a ton of carbon dioxide is referred to as a carbon credit or carbon allowance. ഫോർത്ത് വൺ പറയുന്നത് ഈ ഒരു അവകാശത്തെ കാർബൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ കാർബൺ അലവൻസ് എന്നാണ് പറയുന്നത്. ഇത് ഓരോ കൺട്രീസിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, സർട്ടിഫൈഡ് എമിഷൻസ് റിഡക്ഷൻ. CER എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ ഈസ് ഗിവൺ ബൈ CDM എക്സിക്യൂട്ടീവ് ബോർഡ് ടു projects in developing countries to certify they have reduced a greenhouse gas emission by 1 ton of carbon dioxide per year. അതായത് നമ്മൾ ഈ ഒരു പുതിയ പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. ആ പ്രോജക്റ്റിലൂടെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇയർലി 1 ടണ്ണായി കുറക്കാൻ പറ്റുന്നുണ്ട് എന്ന് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ബോർഡ് സർട്ടിഫൈ ചെയ്ത് തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലീൻ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നും കൂടി പറയാം, ഒരു പ്രോജക്റ്റ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിലൂടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനിൽ വർഷത്തില് 1 ടൺ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 1 ടണ്ണായിട്ട് കുറക്കാൻ പറ്റുമെന്ന് പിന്നെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ബോർഡ് നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്ത് തരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആ പേര് തന്നെ ഉണ്ട്, സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്ന് പറയുന്നത്. Next one certified emission reduction is equivalent to 1 ton of carbon dioxide reduced. അതായത് ഇത് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു പ്ലാൻ വഴി ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 1 ടണ്ണായി പെർ ഇയർ നമുക്ക് കുറക്കാൻ പറ്റിയാൽ ആ കാർബൺ CDMന് എക്സിക്യൂട്ടീവ് ബോർഡ് ആ പ്രോജക്റ്റിന് തരുന്ന ഒരു സർട്ടിഫിക്കറ്റിനെയാണ് എന്ത് പറയുന്നത്, CER എന്ന് പറയുന്നത്. അതായത് ഒരു CER എന്ന് പറയുന്നത് 1 ടണ്ണിന് ഈക്വൽ ആണ്. CDM is a market based mechanism. അതായത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം എന്ന് പറയുന്നത്, അതായത് കാർബൺ ട്രേഡിംഗ് മാർക്കറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാർബൺ ട്രേഡിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാനുള്ള അവകാശം, പിന്നെ ഇത് ബിസിനസ് ആണല്ലോ പറയുന്നത്, പിന്നെ മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം ആണല്ലോ പറയുന്നത്. അപ്പം അത് വിൽക്കാനും വാങ്ങാനും ചെയ്യുന്ന മാർക്കറ്റ് കാർബൺ ട്രേഡിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ദി engages private companies to fund a greenhouse gas reducing a project in developing countries by awarding this project certified emission reduction to all offset credit that bring in a huge profit in the carbon trading. അതായത് അപ്പൊ പ്രൈവറ്റ് കമ്പനീസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് റെഡ്യൂസ് ചെയ്യാനുള്ള പ്രോജക്റ്റിന് വേണ്ടി എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അവര് ഇൻവെസ്റ്റ് ചെയ്യാൻ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് സർട്ടിഫൈഡ് ആയി കഴിയുമ്പോൾ ആ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് അവർ വിൽക്കും. ആ പ്രോജക്റ്റ് വിൽക്കുമ്പോൾ എന്തുണ്ടാകുന്ന ഹ്യൂജ് പ്രോഫിറ്റ് ഇത് വിൽക്കുന്ന രാജ്യത്തിന് കിട്ടും. സോ ഇത്തരം പ്രോജക്റ്റ് വാങ്ങുന്നത് ആരായിരിക്കും,
എൻഷർ 1 കൺട്രീസ് ആയിരിക്കും. ഇത്തരം പ്രോജക്റ്റ് എൻഷർ 1 കൺട്രീസ് ആണ് വാങ്ങുന്നത്. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് ആ എനക്ഷർ 1 കൺട്രീസ് ആണ് ശരിക്കും വാങ്ങുന്നത്. ഈ എനക്ഷർ 1 കണ്ടീഷൻ എന്തിന് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം എന്ത് ഉണ്ടാവണം, ഇത്ര പെർസെന്റേജ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറക്കണം എന്നുണ്ടാവും. അപ്പൊ എന്തുണ്ട്, ഡെവലപ്ഡ് കൺട്രീസിന് അത് ചെയ്യാൻ പറ്റൂല. അവരെന്ത് ചെയ്യും, അപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിനെ കൊണ്ട് അത് ചെയ്യിക്കും. സോ അവർ ഉണ്ടാക്കിയ ആ പ്ലാന് അവർക്ക് ഡെവലപ്പിംഗ് കൺട്രീസിനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ഒരു പ്ലാൻ ഉണ്ടാക്കും അത് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന് പണം കൊടുക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. എയും ബി എന്ന് പറയുന്ന എയും ബിയും ആയിട്ട് നമ്മൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസിനും ഡെവലപ്ഡ് കൺട്രീസിനും എടുത്താൽ എ ചെയ്യേണ്ടത് എക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് അപ്പൊ എ എന്ത് എഴുതും, ബിക്ക് പണം കൊടുത്ത് അത് ചെയ്യിപ്പിക്കുന്നു. അത് കാരണം എയുടെ എയിം അച്ചീവ് ആവുകയും ചെയ്യും. സോ ഡെവലപ്ഡ് കൺട്രീസ് ചെയ്യേണ്ടത് ഡെവലപ്പിംഗ് കൺട്രീസ് പണം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു. അതായത് CR സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് വാങ്ങി. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരമുള്ള കണ്ടീഷൻ ഡെവലപ്ഡ് കൺട്രീസിനെ അച്ചീവ് ചെയ്യുകയും ചെയ്ത് അത് പ്രകാരം ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരു എമൗണ്ട് കിട്ടുകയും ചെയ്തു. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളെ സ്ക്രീനിൽ ഒരു ഫിഗർ കാണാം. ഈ ഫിഗർ എന്ന് പറയുന്നത് ഈ CDMSന്റെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിന്റെ പ്രോസസ് ആണ് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണും സെൻട്രൽ ആയിട്ട് CDMS ഉണ്ട്. അതിന്റെ രണ്ട് സൈഡിലും രണ്ട് ഇമ്പോർട്ടന്റ് തിങ്സ് ആണ് ഉള്ളത്. ഒന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റ്, കാർബൺ സിങ്ക് പ്രോജക്റ്റ്. ഈ രണ്ട് സൈഡിലായിട്ടും അതാണ് കാണുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എനി പ്രോജക്റ്റ് റെഡ്യൂസ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. കാർബൺ സിക്ക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ സിക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ റിസർവോയ്സ് ആണ്. അതായത് പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന രീതി. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റിനെയാണ് കാർബൺ സിക്ക് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ മേലെ NX1 കൺട്രീസ് എന്ന് പറയാം, ഡെവലപ്ഡ് കൺട്രീസ് വിത്ത് ലീഗലി ബൈൻഡിങ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്. താഴെ അതുപോലെ നോൺ NX1 ഡെവലപ്പിംഗ് കൺട്രീസ് വിത്തൗട്ട് ലീഗലി ബൈൻഡിങ് എമിഷൻ ടാർഗറ്റ്. ഇത് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നോൺ എമിഷൻ കൺട്രീസ് ഒരു പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്ത്, അതായത് CDM പ്ലാൻ വെച്ചിട്ട് ഒരു ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് ചെയ്തിട്ട് ഡെവലപ്ഡ് കൺട്രീസിന് വെക്കും. അതാണ് ആ ഒരു ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. നെക്സ്റ്റ്, what make a project eligible for CDM? A project is eligible for CDM benefit if the project will be result in a net decreasing in greenhouse gas emission. This is called a additionality. അതായത് ഒരു പ്രോജക്റ്റ് CDM അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം എന്നാണ് പറയുന്നത്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് റിഡക്ഷൻ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ CDMS അതിന് എലിജിബിൾ ആണ് പറയുകയുള്ളൂ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡീഷണാലിറ്റി. ഗ്രീൻ ഹൗസ് എമിഷൻ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ്, ഒന്നുമില്ല, ഗ്രീൻ ഹൗസ് എമിഷൻ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അഡീഷണാലിറ്റി. ഇത്രയും പറഞ്ഞ കാര്യത്തിന് ഒന്ന് സമ്മറൈസ് ചെയ്യുന്നതാണ് ഇത്.
Private companies fund a project developing countries to reduce a greenhouse gas emission. അതായത് പ്രൈവറ്റ് കമ്പനീസ് എന്ത് ചെയ്യും, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറക്കാനുള്ള പ്രോജക്റ്റിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നു. They must also meet a sustainable development criteria and additionality. അപ്പം ആ പ്രൊജക്റ്റ് എന്തായിരിക്കണം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്രൈറ്റീരിയ പാസ്സായിരിക്കണം, അതിന്റെ കൂടെ അഡീഷണാലിറ്റിയും കൂടെ ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ്, upon a verification, CDM awarded this project certificate emission reduction is equivalent to 1 ton of carbon dioxide. CERR are then sold to developed countries which use them to meet a part of their reduction committees under Kyoto Protocol. അതായത് നമ്മൾ പ്രൊജക്ട് ചെയ്ത് അഡീഷണാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് എന്ത് ചെയ്യണം, CDM വെരിഫൈ ചെയ്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റും കൂടി തരണം. അതായത് അവര് പറയണം ഇത് സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ ഈസ് ഈക്വാലന്റ് ടു 1 ton ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 1 ton കാർബൺ ഡൈ ഓക്സൈഡോ റിഡക്ഷൻ ഉണ്ടെന്ന് അവര് എന്ത് പറയണം, അതായത് 1 ton കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ ഈക്വൽ ആണ് ഒരു 1 ton കാർബൺ ഡൈ ഓക്സൈഡ് CER എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ, അങ്ങനെയുള്ള ഒരു സീല് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊജക്ട് കൺട്രീസിന് വിൽക്കാൻ പറ്റൂ. അപ്പോ അങ്ങനെ വിൽക്കാൻ പറ്റിയാൽ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ അനുസരിച്ച് ഇത്ര റെഡ്യൂസ് ചെയ്യുന്ന എന്ന് പറയും. അപ്പോൾ ഈ കുറവ് അവർ എന്ത് ചെയ്യുന്ന, അവരുടെ കുറവിൽ കണക്കാക്കുന്നു. അതായത് ഡെവലപ്പിംഗ് ആ പ്രോജക്റ്റ് ഉണ്ടായിട്ട് ഡെവലപ്ഡ് കൺട്രീസിന് ആ പ്രോജക്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് വിറ്റ് കഴിഞ്ഞാൽ ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം പറയും ഡെവലപ്ഡ് കൺട്രീസാണത് കുറച്ചെന്ന് പറയുന്നു. അതായത് നിങ്ങൾ അറ്റൻഡൻസിൽ എടുക്കുമ്പോൾ പ്രോക്സി വിളിക്കൂലേ, അതുപോലെ തന്നെ ഒരാൾ ചെയ്ത പണി മറ്റൊരാള് പറയുമ്പോൾ പൈസയും കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാനാ ചെയ്തതെന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് പോയിന്റ്, CER ഓൾസോ കോൾഡ് എ ഓഫ്സെറ്റ് ക്രെഡിറ്റ് because they offset development countries emission with reduction in developing countries. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിന്റെ ഡെവലപ്മെന്റ് മെക്കാനിസം കാണിക്കുന്ന ഒരു ഫിഗറാണ് ഇവിടെ കണ്ടത്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിന്റെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് നിങ്ങൾ ആ ഫിഗറിൽ കാണുന്നത്. അതായത് പ്രൈവറ്റ് കമ്പനീസ് ഫണ്ട് ചെയ്യുന്ന ഫണ്ട് ചെയ്ത് ഓർഗനൈസേഷൻ CDM പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന അതിന് CER സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് എന്ന് വെച്ചാല് ഗിവ് എ ഓർഗനൈസ്ഡ് സർട്ടിഫൈഡ് കാർബൺ ക്രെഡിറ്റ്. ആ ക്രെഡിറ്റ് ഉണ്ട്, ആ ക്രെഡിറ്റ് എന്ത് ചെയ്യുന്ന കമ്പനീസ് ആങ്ഷർ 1 കൺട്രീസിലെ കമ്പനീസിന് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നത്. എഗെയിൻ ആ കമ്പനി പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് പിന്നെയും സർട്ടിഫൈഡ് ചെയ്ത് വീണ്ടും കൺട്രീസിന് പിന്നെയും തിരിച്ചു വെക്കുന്നത്. ഇതാണ് CDMSൽ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും പിന്നെ എന്തിനാണ് ഈ മെക്കാനിസം? ഇപ്പം ഡെവലപ്ഡ് കൺട്രീസ് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ CDM കുറച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഗ്രീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. In effect, allow to countries to continue making greenhouse gas so long as they pay for the reduction made elsewhere. അതായത് അപ്പൊ CDMS എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. മറ്റൊരിടത്തുനിന്ന് ആ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് ഈ പറയുന്നത്. ദ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദി
ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്. ദി ജസ്റ്റിഫിക്കേഷൻ ഫോർ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിമിസസ് ദാറ്റ് ഇറ്റ് വുഡ് ബി എ far more expensive to implement emission reduction in ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. റേറ്റ് കുറക്കുക പറയുന്നത് ഭയങ്കര, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൽ അവരെന്ത് ചെയ്യുന്നത്, ഡെവലപ്പിംഗ് കൺട്രീസിൽ റേറ്റ് കുറക്കും. ഡെവലപ്പിംഗ് കൺട്രീസിന് ഡെവലപ്ഡ് കൺട്രീസ് കൊടുക്കും. അങ്ങനെയാണ് ഈ CDM വർക്ക് ചെയ്യുന്നത്. ഇൻ അഡീഷൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ് വുഡ് അഗൈൻ എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബെനിഫിറ്റ് ഫ്രം എൻട്രി ഓഫ് എ ക്ലീൻ ആൻഡ് മോർ എനർജി എഫിഷ്യൻസി. അപ്പൊ എന്ത് കിട്ടുന്നത്, ഇതുവഴി ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരു ഫണ്ട് ലഭിക്കുകയും ചെയ്യുന്ന, അതേസമയം അവർക്കൊരു ക്ലീൻ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അതായത് ക്ലീൻ ആൻഡ് മോർ എനർജി എഫിഷ്യൻസ് ടെക്നോളജി, ഇത് രണ്ടും ലഭിക്കുന്നുണ്ട്. അപ്പം ഡെവലപ്പിംഗ് കൺട്രീസിന് എന്തുകൊണ്ട് ഒരു ബെനിഫിറ്റ് ആണ് ഈ ഒരു മെക്കാനിസം കൊണ്ട് കിട്ടുന്നത്. ഓക്കെ, ഈ മൊഡ്യൂള് കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ടോപ്പിക്കാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ഇനി